അതിരപ്പള്ളിയിൽ വനംവകുപ്പിൻ്റെ ജംഗിൾ സവാരി സംഘത്തിനു നേരെ കാട്ടാന പാഞ്ഞെടുത്തു. തൃപ്രയാർ സ്വദേശി കൃഷ്ണപ്രസാദ് അടക്കം 6 പേരായിരുന്നു സംഘത്തിൽ ഉണ്ടായിരുന്നത്. കാട്ടാന പാഞ്ഞെടുക്കുന്നതിൻ്റെ ദൃശ്യം 24-ന് കിട്ടി. ആ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. പാഞ്ഞു വരുന്ന കണ്ടില്ലേ അവൻ, കിടിലൻ കേസാണ്. തൃശ്ശൂരിൽ നിന്ന് സൂര്യ സജി നമുക്കൊപ്പം ചേരുന്നു. സൂര്യ സജി, പറയൂ വിശദാംശങ്ങൾ. വനം വകുപ്പിന്റെ സാഹസിക ടൂറിസത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന ജംഗിൾ സഫാരി സംഘത്തിന് നേരെയാണ് ഇത്തരത്തിൽ ഈ കാട്ടാന പാഞ്ഞെടുക്കുന്നത്. ഇന്ന് രാവിലെ ആനക്കലിന് സമീപത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സംഘത്തിനൊപ്പം തന്നെ, അതായത് 6 അംഗ സംഘത്തിനൊപ്പം തന്നെ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും വാച്ചറും ഉണ്ടായിരുന്നു. ഇവർ പോകുന്ന സമയത്ത് ഒരു കുട്ടിയാനെ അടക്കം 4 ആനക്കൂട്ടം അരികിൽ നിൽക്കുന്ന ഈ വാച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീട് ഈ വാഹനം നിർത്തി സംശയം തോന്നിയ വാച്ചർ ആ സമയത്താണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ആന ഈ ജീപ്പിന് സൂര്യ സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ആന കണ്ടുപിടിച്ചിട്ടാണോ എന്നറിയില്ല, പെട്ടെന്ന് ശബ്ദം ഒന്ന് ഡിസ്കണക്റ്റഡ് ആയിട്ടുണ്ട്. വീണ്ടും ചേരാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. സൂര്യ സജി, തുടരൂ. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ സംഘം സഞ്ചരിക്കുന്നതിനിടയിൽ ഈ കാട്ടാനക്കൂട്ടം, ഒരു 4 അംഗ കാട്ടാനക്കൂട്ടം സമീപത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതിലൊരു കാട്ടാനക്കൂട്ടമാണ് ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നത്. ഈ സമയത്ത് വാച്ചറുടെ ഭാഗത്തു നിന്നുണ്ടായ സംയോജിത ഇടപെടൽ ഈ ജീപ്പ് പുറകോട്ടെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ സംഘം ഈ കാട്ടാനയുടെ രക്ഷപ്പെടുന്നത്. എന്തായാലും ഈ സാഹസിക ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അതിരപ്പള്ളിയിലെ ടൂറിസം ഗ്രൂപ്പിലാണ് ഈ വീഡിയോ ഈ സംഘം തന്നെ പങ്കുവച്ചത്. എന്തായാലും ഇവരുമായി സംഘത്തിലുള്ളവരുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് നല്ലൊരു അനുഭവം എന്ന നിലയ്ക്കാണ് അവർ പറയുന്നത്. എന്തായാലും ഈ സാഹസിക ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ജംഗിൾ സഫാരിക്ക് നേരെയാണ് ഇപ്പോൾ ഈ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എന്തായാലും ഈ യാത്രയൊക്കെ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ഈ വനമേഖലയ്ക്ക് അടുത്തുകൂടിയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കുടിവെള്ളമില്ലാത്തതുകൊണ്ട് കാട്ടുമൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കുന്നു.